Welcome back to Graphics Section 2. ഈ സെക്ഷനിൽ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ ഗ്രാഫിക് ബേസിക് ടേംസിനെ പരിചയപ്പെടാം. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് കുറച്ച് വേർഡ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ കണ്ടൻസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് വീഡിയോ ആർ ഇൻട്രൊഡക്ഷൻ, ഗ്രാഫിക് ഡിവൈസസ്, ഡിസ്പ്ലേ ബേസിക്സ്, pixels, DPI, resolution and types, 7MP image, HD, FHD, 2K, 4K, 8K and 10K, aspect ratio and conclusion. In the last class നമ്മൾ നോക്കിയായിരുന്നു വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണെന്ന് നോക്കി. അതിനൊരു കോമൺ ഡെഫിനിഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്തത്. സോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് എവർ വി ആർ സീയിങ് ഇൻ ദി സ്ക്രീൻ അതർ ദാൻ ദി ടെക്സ്റ്റ്, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്, ടച്ച് പാഡ്, ലൈറ്റ് പെൻ, മോണിറ്റേഴ്സ് etc. are considered as computer graphic devices. നമുക്കിപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം, ഓർ ഡിസൈൻ ചെയ്യണം, ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈനിങ് വർക്ക് നടക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ഡിവൈസസ് യൂസ് ചെയ്യുന്നു? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഒരു ഇമേജ് സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മോണിറ്റർ യൂസ് ചെയ്യുന്നു. ദെൻ ആ ഇമേജിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ വി ഹാവ് ടു യൂസ് എ കീബോർഡ്, അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ ഒരു കുറച്ച് വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യണം. അപ്പോൾ നമുക്ക് കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ടച്ച് പാഡ് അങ്ങനെയുള്ള ഡിവൈസസ് യൂസ് ചെയ്താവും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ക്രീനിൽ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇമേജ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണോ ഇതിനെല്ലാത്തിനെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ CG ഡിവൈസസ് ഓർ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസസ്. ദാറ്റ് ഈസ് ബോത്ത് ദി ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ഡിവൈസസ് കമ്പൈൻ ടു ഫോം കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസസ്. സോ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസസ്? കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ മോണിറ്റർ ഉണ്ടാവും, കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്, ടച്ച് പാഡ് etc. ആർ കോമൺലി കൺസിഡേർഡ് ആസ് കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിവൈസസ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേ ഓർ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഫാമിലിയർ വിത്ത് ദ ടേം മോണിറ്റർ. നമ്മൾ എന്താണ് ഇന്ന് കാണുന്ന മോസ്റ്റ് മോഡേൺ TVs, LCD, LED, UHD അങ്ങനെയുള്ള എല്ലാ TVകളിലും തന്നെ മാക്സിമം കണക്ടിവിറ്റി ടു കമ്പ്യൂട്ടർ ഉണ്ടാവും. VGA ഓർ HDMI കേബിൾസ് എനേബിൾഡ് ആയിട്ടുള്ള സെറ്റുകളായിരിക്കും ഒരുവിധം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് മോണിറ്ററിലേക്ക് ജസ്റ്റ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരുവിധം ഉള്ള എല്ലാ മോണിറ്റേഴ്സും തന്നെ വരുന്നത്. അപ്പോൾ മോണിറ്റർ നമ്മൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ടു ഡിസ്പ്ലേ അവർ ഗ്രാഫിക്കൽ ഇമേജ്. അതിനാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോണിറ്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ നമ്മളൊരു മോണിറ്റർ എടുക്കുകയാണെങ്കിൽ മോണിറ്ററിനെ നമുക്കൊന്ന് പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, ലിസൺ. മോണിറ്ററിനെ നമ്മളൊന്ന് പാർട്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും? ഒരു ഒരു ഇഫ് യു ആർ ടേക്കിംഗ് എ പെൻ ഓർ പെൻസിൽ ആൻഡ് വി ഹാവ് ടു പാർട്ടീഷൻ ദി മോണിറ്റർ. അപ്പോൾ എത്ര പാർട്ടായിട്ട് നമുക്ക് ഈ മോണിറ്ററിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി പാർട്സ് ക്യാൻ വി ഗെറ്റ് ഇഫ് യു പാർട്ടീഷൻ എ മോണിറ്റർ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് സെൻറ്ററിൽ ക്രോസ് ആയിട്ട് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ 2 പാർട്ടീഷൻ ചെയ്യാം. അത് തന്നെ ഒരു ഹൊറിസോണ്ടലിൽ ഒരു വരയും കൂടെ വരയ്ക്കുകയാണെങ്കിൽ 4 പാർട്സ് നമുക്ക് കിട്ടും, അല്ലേ? ഒരു മോണിറ്ററിനെ നമുക്കങ്ങനെ 2, 4, 6, 8 അങ്ങനെ ഡിഫറെൻറ്റ് പാർട്ടീഷനായിട്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പാർട്ടീഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്യാൻ എനിവൺ ആൻസർ? ഓക്കെ, ഞാനൊരു പെൻസിൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാർക്കർ എടുക്കുകയാണ്. ഓക്കെ, ലിസൺ.
ഞാനൊരു പെൻസിൽ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു മാർക്കർ എടുക്കുകയാണ്. മാർക്കർ എടുത്തതിന് ശേഷം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ചെറിയ ഡോട്ട് വെക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് കോർണറിൽ ഒരു ഡോട്ട് വെക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫസ്റ്റ് റോയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഡോട്ടും കൂടെ വെച്ചു. ദെൻ വൺസ് അഗെയിൻ ഒരു ഡോട്ട് കൂടെ, അങ്ങനെ അപ് ടു ദാറ്റ് എൻഡ് ഓഫ് ദാറ്റ് റോ ഞാൻ ഡോട്ട് വെച്ച് പോവുകയാണ്. അഗെയിൻ കമ്മിങ് ടു ദി സെക്കൻഡ് റോ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ഡോട്ട് വെച്ചു, സെക്കൻഡ് വീണ്ടും ഒരു ഡോട്ട് വെച്ചു, അങ്ങനെ അപ് ടു ദി എൻഡ് ഡോട്ട് വെച്ചു. സോ ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ വരെ ഫുൾ റോ ഞാനിങ്ങനെ ഡോട്ട് വെച്ച് പോവുകയാണ്. ഈച്ച് ഡോട്ടിനെ ഞാനൊരു പാർട്ടീഷനായിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ആ മോണിറ്ററിൽ എത്ര പാർട്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? ഓക്കെ, അപ്പോൾ ആ മോണിറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അല്ല എത്രയും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതാണ് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതിലും കൂടുതലായിട്ട് നമുക്ക് ആ മോണിറ്ററിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോട്ട് വെക്കുന്ന ഓരോ ഡോട്ടിനെയും ഞാനൊരു പേര് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് പിക്സൽ, PIXEL, പിക്സൽ എന്ന് പറയുന്നു. ഈച്ച് ഡോട്ടിനെ ഞാൻ ഒരു പേരിൽ വിളിക്കുകയാണ്. ദാറ്റ് ഈസ് പിക്സൽ ഓർ പിക്ചർ എലമെൻറ്റ് അല്ലെങ്കിൽ ഡോട്ട് എന്ന് വിളിക്കുകയാണ്. ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഒബ്ജക്ട്സ് ആർ പ്രസൻറ്റ് ആസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് പിക്ചർ എലമെൻറ്റ്സ് കോൾഡ് പിക്സൽസ് ഓർ PEL. പിക്ചർ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് PEL എന്ന് പറയുന്നത്. എ പിക്സൽ ഈസ് എ ന്യൂമറിക് വാല്യൂ ആൻഡ് വിതിൻ ദിസ് വാല്യൂ there is an associated color or intensity. So each screen point is referred to as a pixel. A pixel may be defined as the smallest size object or the color spot that can be displayed on a monitor. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ ഡോട്ടിനും ഞാൻ ഒരു ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മോണിറ്റർ പാർട്ടീഷൻ ചെയ്തു, ഓരോ ഡോട്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ഓരോ ഡോട്ടിനും ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോ ഡോട്ടിനും ഓരോ കളർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഡോട്ട്സിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു സ്ക്രീനിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് ആസ് ഡോട്ട്സ് ആയിട്ടാണ്. അപ്പോൾ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗത്താണോ എന്ത് കളറാണോ വരേണ്ടതെന്നുള്ളത് ആ ഇമേജിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സ്ക്വയറാണ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആ സ്ക്വയർ ഏരിയയിൽ മാത്രം ഡോട്ടായിട്ട് ആ ഒരു ഏരിയ മാത്രം നമ്മൾ ആ ഏരിയയിലുള്ള ഡോട്ട്സിന് മാത്രം നമ്മൾ മറ്റൊരു കളർ കൊടുക്കുന്നു, ബാക്കിയുള്ള ഡോട്ട്സിന് എല്ലാത്തിനും വേറൊരു കളർ കൊടുക്കുന്നു. അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഈച്ച് ഡോട്ട് ഇൻ ദി സ്ക്രീൻ ഹാസ് എ കളർ ആൻഡ് ഇൻറ്റൻസിറ്റി. കളറിന് ഇൻറ്റൻസിറ്റി, ബ്രൈറ്റ്നെസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡോട്ട്സ് ഒരു സ്ക്രീനിൽ എന്തോരം ഡോട്ട്സ് കൂടുന്നുണ്ടോ അതനുസരിച്ച് പിക്ചറിൻ്റെ ക്ലാരിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, എത്ര ഡോട്ട്സ് കൂടുതലുണ്ടോ അത്രയും ഡോട്ട്സ് കൂടുന്നതനുസരിച്ച് ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടുതലായിരിക്കും. സോ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും ആദ്യമുള്ള ഇമേജിൽ നമ്പർ ഓഫ് ഡോട്ട്സിൻ്റെ എണ്ണം കുറവാണ്. സെക്കൻഡ് ഇമേജ് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡോട്ട്സിൻ്റെ എണ്ണം കൂടി, അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി, ആ ഇമേജിനെ പറ്റി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വന്നു. തേർഡ് ഇമേജ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി. ഫോർത്ത് ഇമേജ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നല്ല ക്ലിയറായി. സോ അതാണ് നമ്പർ ഓഫ് പിക്സൽസ് കൂടുമ്പോൾ ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടും. So pixel density helps to determine the clarity of the image. The pixel density of an image must complement the size of that image. For example, if you are displaying a large image, you will need a higher PPI to avoid pixelization. So ഒരു ഇമേജ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ചെറിയ പാർട്ടീഷൻ ഡോട്ട് പോലെ ശരിക്കും നല്ല ക്ലിയർ അല്ലാതെ തോന്നും. ഇപ്പോൾ ഫസ്റ്റ് ഇമേജ്, ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഇമേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഡോട്ട് പോലെ കാണുള്ളൂ. ആക്ച്വലി ഒരു ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം ലാസ്റ്റ് ഇമേജ് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് പറയുന്നത്, ഹയർ PPI പിക്സൽസ് കൂടുന്നതനുസരിച്ച് ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടും.
അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് വിസിബിളായിട്ട് കിട്ടും. പ്രിൻറ്റേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇമേജ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ, ഇമേജ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഞ്ചിൻ്റെ അകത്ത് എത്ര പിക്സൽസ് ഉണ്ട്, ദാറ്റ് ഈസ് പിക്സൽസ് പെർ ഇഞ്ച്, അതിനാണ് DPI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ. സോ DPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ പ്രിന്റഡ് ഡോക്യുമെന്റ് ഓർ എ ഡിജിറ്റൽ സ്കാൻ. നമ്മളൊരു സ്കാനിങ് ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ PSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 300 DPI ഇത്ര വാല്യൂ വേണം, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കുന്ന സമയത്ത് ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റി റിസൊല്യൂഷന് പുറമെ DPI എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ഉണ്ട്. DPI ഇത്ര വേണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് DPI എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഡോട്ട്സ് പെർ ഇഞ്ചാണ്. ഇറ്റ് ഈസ് എത്ര പിക്സൽസ് ഒരു ഇഞ്ചിലുണ്ട് എന്നുള്ളതാണ് DPI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DPI കൂടുന്നതനുസരിച്ച് ആ പിക്ചർ ക്വാളിറ്റി, ആ സ്കാൻഡ് ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി കൂടും, അതല്ലെങ്കിൽ ആ പ്രിന്റഡ് ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ 300 ഡോട്ട്സ് അല്ലെങ്കിൽ 300 DPI ആണ് മാക്സിമം ഒരു ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു പ്രിന്റിൻ്റെ മാക്സിമം DPI എന്ന് പറയുന്നത് 300, മാക്സിമം അല്ല, സ്റ്റാൻഡേർഡ് DPI എന്ന് പറയുന്നത് 300 DPI എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഡോട്ട്സ് എന്താണ്, പിക്സൽ എന്താണ്, PEL എന്താണ്, പിക്ചർ എലമെൻ്റ് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ക്രീനിനെ നമ്മൾ ഡോട്ട്സ് വെച്ച് പാർട്ടീഷൻ ചെയ്തു. ഫ്രം ദി ടോപ്പ് ടു ദി ബോട്ടം ആൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ഡോട്ട് വെച്ച് പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സ്ക്രീനിൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ദി ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഫ്രം ടോപ്പ് ടു ദി ബോട്ടം, ഹൗ മെനി dots are there in a screen? That is a question. How many dots are there in the screen from left to right and from top to the bottom? അപ്പോൾ എൻ്റെ ഞാനൊരു സ്ക്രീൻ കൺസിഡർ ചെയ്യുകയാണ്. എൻ്റെ സ്ക്രീനിൻ്റെ അകത്തുള്ളത് 1020 dots ആണ് from the left to right and from the top to the bottom 1080 ഡോട്ട്സ് ഉണ്ടെന്ന് കരുതുക. സോ നമ്മൾ അപ്പോൾ ഈ ഡോട്ട്സ് എത്ര ഡോട്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ 1020 ഇൻറ്റു 1080 ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ മൈ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ റിസൊല്യൂഷൻ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഓർ പിക്ചർ എലമെൻറ്റ്സ് ഇൻ എ സ്ക്രീനിനെയാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ ഓഫ് ഡോട്ട്സ് ഹൊറിസോണ്ടലി ഇൻറ്റു നമ്പർ ഓഫ് ഡോട്ട്സ് വെർട്ടിക്കലി, 1020 ഇൻറ്റു 1080 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റെസൊല്യൂഷൻ ഓഫ് എ സ്ക്രീൻ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ എ സ്ക്രീൻ, മാക്സിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇൻ എ സ്ക്രീനിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് ഇമേജ് റെസൊല്യൂഷൻ ആൻഡ് സെക്കൻഡ് വൺ സ്ക്രീൻ റെസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇമേജ് എടുക്കുകയാണ്, ഒരു ഡിജിറ്റൽ ഇമേജ് എടുക്കുകയാണ്, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എത്ര പിക്സൽസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, 800 ഇൻറ്റു 600 DPI ഉള്ള ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. That image contains 800 columns, each comprising of 600 dot pixels per inch. So ഒരു ഇമേജ് എടുക്കുകയാണ്, 3088 into 2320 contains 7 million pixels.
സോ അങ്ങനെയുള്ളൊരു ഇമേജിനെയാണ് നമ്മൾ 7 മെഗാ പിക്സൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, 3088 ഇൻറ്റു 2320 പിക്സൽസ് ഉള്ള ഒരു ഇമേജ് ആണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ക്യാമറ ഒക്കെ എടുക്കുന്ന സമയത്ത് 7 MB ക്യാമറ അല്ലെങ്കിൽ 5 MB ക്യാമറ, 20 MB ക്യാമറ, 32 MB ക്യാമറ, അങ്ങനെ 64. ഇപ്പോൾ ഇന്നും മൊബൈൽ ഫോൺസിലെല്ലാം മോസ്റ്റ് മോഡേൺ മൊബൈൽ ഫോൺസിലെല്ലാം എബൌട്ട് 100 മെഗാ പിക്സൽസോളം ഉള്ള ക്യാമറാസ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതെന്തൊക്കെയാണ് അതിനകത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് മെഗാ പിക്സൽ, 7 MB ക്യാമറ അല്ലെങ്കിൽ 48 MB, അങ്ങനെ ക്യാമറാസിൻ്റെ ഒരു വേർഡ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷനാണ് അപ്പോൾ നമ്മളെന്താണ് 7 MB ക്യാമറ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 MB ക്യാമറ എന്നൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ പണ്ട് ഏറ്റവും ആദ്യം ഇറങ്ങിയ സമയത്ത് 1 MB ഒക്കെ തന്നെ കൂടുതലായിരുന്നു. 2 MB, 5 MB ഡിജിറ്റൽ ക്യാമറയൊക്കെയാണ് നേരത്തെയൊക്കെ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 7 MB ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്ന ഒരു പിക്ചറിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷൻ വാല്യൂസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. 3088 ഇൻറ്റു 2320 ഇത്രയും പിക്സൽസ് ആണ് അതിൻ്റെ അകത്ത് ആ സ്ക്രീനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഡോട്ട്സ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എബൌട്ട് 7 മില്യൺ പിക്സൽസ് വരുന്നുണ്ട്. സോ അതിനെ നമ്മൾ കോമൺ ആയിട്ട് 7 MB ക്യാമറ എന്ന് പറയും, അല്ലെങ്കിൽ 7 MB ഇമേജ് എന്ന് പറയും. ഓക്കെ, 10 മില്യൺ പിക്സൽസ് വരുവാണെങ്കിൽ ദെൻ 10 MB ഓർ മെഗാ പിക്സൽ ഇമേജ് ഓർ ക്യാമറ എന്ന് പറയും. 20 മില്യൺ പിക്സൽസ് വരികയാണെങ്കിൽ അതിനെ 20 മെഗാ പിക്സൽ ഇമേജ് ഓർ 20 MB ക്യാമറ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. സ്ക്രീൻ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു, മാക്സിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ എ സ്ക്രീൻ, അതിനെയാണ് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് നോക്കാം. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രീനിൻ്റെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ടു ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പിക്സൽസ്. അപ്പോൾ ചില സ്ക്രീനുകൾ എടുക്കുകയാണെങ്കിൽ ആദ്യമേക്ക് ഇറങ്ങിയ മോണിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് കൂടുതലും ഹൈറ്റ് കുറച്ച് ലേശം കുറവായിട്ടാണ് വൈഡ് സ്ക്രീനായിട്ടാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് വിഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും റേഷ്യോ, ഓക്കെ, വൈ ആക്സിസ് ടു ദി എക്സ് ആക്സിസ്, അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. The standard aspect ratio of a screen is 4:3. ഓക്കെ, ഒരു മോണിറ്ററിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്സൽസ് ആയിട്ട് അല്ലെങ്കിൽ ഡോട്ട്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഓരോ ഡോട്ടിനും പല കളർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിൻ്റെ ഒരു റാൻഡം പിക്സലൈസേഷനാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഡോട്ടിനും ഓരോ കളറുകളുണ്ട്. അതിൻ്റെ കളറിൻ്റെ ഡെൻസിറ്റി, തിക്നെസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡോട്ട്സ് കമ്പൈൻ ചെയ്താണ് ഓരോ ഇമേജസ് ഫോം ആവുന്നത്. ഇനി ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ് ഓർ മോണിറ്റേഴ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. HD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സ്ക്രീനിൽ എത്ര നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ള അനുസരിച്ചാണ് ഇതിനെ നമ്മൾ HD, ഫുൾ HD, 2K, 4K, 8K, 10K എന്നൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ HD മോണിറ്റർ ഓ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1024x720 പിക്സൽസ് തുടങ്ങി മുകളിലോട്ടുള്ള ഇതിനൊക്കെയാണ് നമ്മൾ HD മോണിറ്റേഴ്സ് അല്ലെങ്കിൽ HD സ്ക്രീൻ എന്ന് പറയുന്നത്. ഫുൾ HD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1920x1080 പിക്സൽസ് ആ സ്ക്രീനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് മാക്സിമം നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്ക്രീൻ ഈസ് 1920x1080. അതിനെയാണ് ഫുൾ HD എന്ന് പറയുന്നത്. 2K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2048x1080 പിക്സൽസിനെയാണ് നമ്മൾ 2K എന്ന് പറയുന്നത്. 4K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3840x2160
പിക്സൽസിനെയാണ് 4K എന്ന് പറയുന്നത്. ഫുൾ HD ഡബിൾ വാല്യൂ ആണ് 4K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഏകദേശം 4 മില്യൺ കളേഴ്സ്. 8K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് യു ക്യാൻ ഹോൾഡ് അബൌട്ട് 8 മില്യൺ പിക്സൽസ്. ദെൻ 10K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡ് അബൌട്ട് 10 മില്യൺ പിക്സൽസ്. ഇതിനെയാണ് HD, ഫുൾ HD, 4K, 5K, 8K എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഈ നമ്മുടെ സ്ക്രീനിലൊരു ഇമേജ് കാണാം. ഈ ഇമേജിൻ്റെ അകത്ത് ഫുൾ HD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ കാണാം, 4K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ക്വയർ കാണാം. അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ അതാണ് ഫുൾ HDയുടെയും 8Kയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതാണ്. മാക്സിമം പിക്സൽസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റെസൊല്യൂഷനോ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയോ കൂടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫുൾ HD, 4K, 5K ആൻഡ് 8K. നെക്സ്റ്റ് വൺ കളേഴ്സ് ആണ്. കളേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ 3 കളേഴ്സ് ഓഫ് ലൈറ്റ്. അത് നമുക്ക് പണ്ട് ഫിസിക്സിൽ 10ാം ക്ലാസ് പ്രൈമറി സ്കൂളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കളേഴ്സ്. വാട്ട് ഈസ് എ കളർ, കളേഴ്സിൻ്റെ പ്രൈമറി കളേഴ്സ് എന്തൊക്കെയാണ്. സോ അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വരുന്നത്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, ഈ 3 പ്രൈമറി കളേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ടാണ് എല്ലാ കളേഴ്സും തന്നെ സ്ക്രീനിലോ മോണിറ്ററിലോ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഈച്ച് കളറിനെ നമ്മൾ 2 ബിറ്റ് വാല്യൂ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് 24 or 34 bits to represent a full color. Okay, to produce about 6 million colors. 16 മില്യൺ കളേഴ്സോളം നമുക്ക് മോണിറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്കിപ്പോൾ നിലവിൽ എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ഐയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 മില്യൺ കളേഴ്സിനെ കാണാനാണ് ഹ്യൂമൻ ഐസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള 6 മില്യൺ കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കാപ്പബിലിറ്റി ഓഫ് ഹ്യൂമൻ ഐ ഈസ് 10 മില്യൺ കളേഴ്സ്. ദാറ്റ് ഈസ് കളേഴ്സ്. സോ ഇവിടെ ഒരു സ്ക്രീനിലൊരു ഡിസ്പ്ലേ കാണാം. ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഓരോ പിക്സലിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എത്ര കളേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സമയമുള്ള പോലെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇതുവരെ പറഞ്ഞ ക്ലാസ് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.